ഹല്ലേലൂയ. മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, രക്ഷിപ്പാനായി കരം നീട്ടും ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, രക്ഷിപ്പാനായി കരം നീട്ടും ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. ഇയ്യോബിൻ നിലവിളി പോലെ എനിക്കെല്ലാം പ്രതികൂലമാകുമ്പോൾ, ഇയ്യോബിൻ നിലവിളി പോലെ എനിക്കെല്ലാം പ്രതികൂലമാകുമ്പോൾ, അവൻ കടന്നു വരും വൈരിയെ ബന്ധിക്കും ജീവനുള്ള ദൈവം, അവൻ കടന്നു വരും വൈരിയെ ബന്ധിക്കും ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, രക്ഷിപ്പാനായി കരം നീട്ടും ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. കടലല ഉയരുന്ന പോലെ എനിക്കെതിരെ വാതിലുകൾ അടയുമ്പോൾ, കടലല ഉയരുന്ന പോലെ എനിക്കെതിരെ വാതിലുകൾ അടയുമ്പോൾ, ആ വാതിലുകൾ തുറക്കും, ദുർഘടങ്ങൾ നിരത്തും ജീവനുള്ള ദൈവം, ആ വാതിലുകൾ തുറക്കും, ദുർഘടങ്ങൾ നിരത്തും ജീവനുള്ള ദൈവമോ, ഓ ജീവനുള്ള ദൈവമോ, ഓ ജീവനുള്ള ദൈവമോ, ഓ ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, മിഴിനീരൊഴുകിടുമ്പോൾ ഹൃദയം തകർന്നിടുമ്പോൾ, രക്ഷിപ്പാനായി കരം നീട്ടും ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം, ജീവൻ
നമുക്ക് എടുത്തു വായിക്കാം തിരുവചനത്തിൽ നിന്ന്. ഫിലിപ്പിയ ലേഖനം 4:19. Philippians chapter 4 and verses 19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒന്നിടും വായിക്കാം, നമുക്ക് ചേർന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:19 എടുത്തവർ കൈ ഉയർത്തിയൊരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒന്നിടും പറഞ്ഞാട്ടെ. എന്റെ ദൈവമോ, എല്ലാവരും ചേർന്ന് ശബ്ദത്തെ ഉയർത്തി, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആ കണ്ണുകളെ നടച്ച് വിശ്വാസത്തോടൊന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ്. സ്തോത്രം. ആ ലൈക്ക്നെസ്, ആ ഇമേജ് ദൈവം മനുഷ്യന് തന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ഒരു ഇമേജും ആ ലൈക്ക്നെസ് ഉണ്ടെങ്കിൽ തന്നെയും സ്തോത്രം, മനുഷ്യനായിരിക്കുന്ന നമ്മൾ മനുഷ്യ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്നത് ആവശ്യങ്ങളുടെ ഇടയ്ക്കാണ്. സ്തോത്രം. ആവശ്യങ്ങൾ എല്ലാ വ്യക്തികൾക്കുമുണ്ട്. വി ഓൾ ഹാവ് നീഡ്സ്. ആവശ്യങ്ങൾ ഇല്ലാത്തത് ഒരു വ്യക്തി പോലും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളുടെ ഡിഗ്രി പലതായിരിക്കാം. സ്തോത്രം. സ്തോത്രം. ഓരോ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ ഡിഗ്രി പലതാ. സ്തോത്രം. ചിലർക്ക് ഡേ ടു ഡേ ലൈഫ് നടന്നു പോകണം എന്നുള്ള ആവശ്യമുണ്ടായിരിക്കാം. മറ്റൊരു വ്യക്തിക്ക് സ്തോത്രം മറ്റൊരു ലെവലിലെ ആവശ്യത്തോടായിരിക്കും കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലോകം എപ്പോഴും എന്നെയും നിങ്ങളെയും കാണുന്നത് നമ്മൾ കടന്നു പോകുന്ന ആവശ്യങ്ങളുടെ ആ ഒരു ഫ്രെയിം വർക്ക് വെച്ചാണ് എപ്പോഴും ലോകം എന്നെയും നിങ്ങളെയും ശ്രദ്ധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കോടീശ്വരനായിരിക്കുന്ന ഒരു വ്യക്തി ഏകദേശം 9,000 crores ബാങ്ക് ലോണുകളൊക്കെ വാങ്ങിച്ച് ദേശം വിട്ടുപോയ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് ഈ ദിവസങ്ങളിൽ ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. ആ വ്യക്തിയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് എങ്ങനെയും നിയമത്തിന്റെ മുമ്പിൽ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ട് നിൽക്കണം എന്നാണ് ആ വ്യക്തിയുടെ ആവശ്യം. ആ വ്യക്തിയെ ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അങ്ങേർക്കുള്ള നീഡിന്റെ ഫ്രെയിം വർക്ക് വെച്ചാണ് എപ്പോഴും ഞാനും നിങ്ങളും അയാളുടെ മുഖത്തേക്ക് ഇനി നോക്കാൻ പോകുന്നത്. സ്തോത്രം. അനേക മാസങ്ങളായി വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ ആവശ്യം ആ വേദനയിൽ നിന്നുള്ള വിടുതൽ, സൗഖ്യമാ. ആ വ്യക്തിയെ നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം, ഒരു പക്ഷേ അങ്ങേർക്കുള്ള എത്ര വലിയ സാമ്രാജ്യമുണ്ടെങ്കിലും അയാൾ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള വേദനയുടെ ഫ്രെയിം വർക്കിലാണ് സ്തോത്രം ആ വ്യക്തിയെ ചൂണ്ടി ഞാനും നിങ്ങളും ചിലപ്പോൾ പറയും സ്തോത്രം, പാവം ആ വ്യക്തി അനേകം മാസങ്ങളായിട്ട് ഈ വേദനയെ കൊണ്ട് കടന്നു പോകുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകം എന്നെയും നിങ്ങളെയും കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും എൻ്റെ നിങ്ങളുടെ നീഡിന്റെ ബേസിസിലാണ് എന്നെയും നിങ്ങളെയും അവർ സ്തോത്രം ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ചൂണ്ടി പറയും, ദോണ്ട പോകുന്നു ഇന്ന വിഷയമുള്ള ഒരു വ്യക്തി. സ്തോത്രം. അല്ല എങ്കിൽ എന്നെ പറ്റിയോ നിങ്ങളെ പറ്റിയോ പറയുമ്പോൾ സ്തോത്രം ഇവര് റെഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇന്ന പ്രശ്നങ്ങൾ ഉള്ള ആ വ്യക്തി. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീഡിന്റെ ബേസിസിലാണ് എന്നെ നിങ്ങളെയും ലോകം ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. എൻ്റെ നിങ്ങളുടെ ആവശ്യത്തിന്റെ ബേസിസിലാണ് സ്തോത്രം നമ്മൾ കടന്നു പോകുന്ന ആ വിഷയങ്ങൾ സ്തോത്രം അതിന്റെ ബേസിസിലാണ് എപ്പോഴും ഈ ലോകം എന്നെ നിങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
സ്തോത്രം. ദൈവ സൃഷ്ടിയിൽ സൃഷ്ടിക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും ആമേൻ സ്തോത്രം ആവശ്യങ്ങളുടെ ആമേൻ സ്തോത്രം ഒരു 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 വലിയ ആമേൻ സീരീസ് ഓഫ് തിങ്സ് രേഖപ്പെടുത്താൻ കാണും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആവശ്യങ്ങൾ, ഈ നീഡ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില സമയങ്ങളിൽ സ്തോത്രം ഇത് ഒരു ഫോഴ്സ്, ഒരു ബലമായി മാറും. ഇത് ശക്തിയായി മാറാൻ സാധ്യതയുള്ളതാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഫോഴ്സിന്റെ ആമേൻ സ്തോത്രം, ഇതിന്റെ ബലത്തിന്റെ ഗ്രാവിറ്റി പലപ്പോഴും സ്തോത്രം എന്നെ നിങ്ങളെ മുക്കാൻ ശ്രമിക്കും. കാരണം ഞാനും നിങ്ങളും ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് തന്നെ ഈ നീഡാണല്ലോ. സ്തോത്രം. ഇന്നതുള്ളവൻ, ഇന്ന വിഷയങ്ങൾ കടന്നു പോകുന്നവൻ, ഇന്നത് അനുഭവിക്കുന്നവൻ എന്ന് ലോകം വിളിക്കുന്ന ആമേൻ സ്തോത്രം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ ആവശ്യങ്ങൾ ആമേൻ സ്തോത്രം ബലമുള്ളതാ. അതിനൊരു ശക്തിയുണ്ട്. അത് ചിലപ്പോൾ സ്തോത്രം അത് എന്നെ നിങ്ങളെ മുക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം ബലമുള്ളത് എപ്പോഴും ആ ബലം വെളിപ്പെടുന്നതാ. എവ്രി പവർ ഈസ് മാനിഫെസ്റ്റിംഗ്. എവിടെല്ലാം സ്തോത്രം ബലമുണ്ടോ ആ ബലം എങ്ങനെയും സ്തോത്രം അത് വെളിപ്പെടാൻ അങ്ങനെ തിങ്ങിയിരിക്കും. സ്തോത്രം. എനർജി എന്ന് പറയുന്ന ഒരു ബലമാ. ഇറ്റ്സ് എ ഫോഴ്സ്. ആ എനർജി സ്തോത്രം അടങ്ങി നിൽക്കത്തില്ല. അതെങ്ങനെയും ഒന്ന് വെളിപ്പെടണമെന്ന് ആമേൻ സ്തോത്രം കാവലോട് നിൽക്കുക, ആമേൻ കാത്തിരിക്കുക. ഈ ഭൂമിയുടെ അകത്തുള്ള എനർജി സ്തോത്രം എങ്ങനെയും ഒന്ന് പൊട്ടി വരണമെന്ന് കാത്തിരിക്കുക. വോൾക്കാനിക് സാധ്യതയുള്ള ആ പർവ്വതങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്തോത്രം ഒരിക്കൽ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴാണ് ഈ വോൾക്കാന തെറിച്ചു പോകാൻ ചാൻസ് ഉള്ളത്, എപ്പോഴാണ് അത് പൊട്ടി വരാൻ സാധ്യതയുള്ളത്. സ്തോത്രം. കാരണം ആമേൻ അതിനകത്തുള്ള ഫോഴ്സ്, അതിനകത്തുള്ള ബലമുണ്ടല്ലോ, എനർജി ഉണ്ടല്ലോ സ്തോത്രം ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. ഒരു നിമിഷം അനുവാദം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെളി വരാമെന്ന്. രാവിലെ സ്തോത്രം ഈ വചനം കേൾക്കുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം പലപ്പോഴും ഇങ്ങനത്തെ ചില ആവശ്യങ്ങൾ സ്തോത്രം ഒന്ന് പൊട്ടി ഇറങ്ങി വരാൻ സ്തോത്രം കാത്തിരിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഈ കാലം ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ ആവശ്യങ്ങൾ ഒരു ബലമായിരിക്കുമ്പോൾ തന്നെ ആമേൻ സ്തോത്രം മറ്റൊരു ഫോഴ്സ് എനിക്ക് വേണ്ടി ദൈവം തരുന്നുണ്ട്. ആ ഫോഴ്സിന്റെ പേരാണ് സ്തോത്രം ആമേൻ പ്രൊവിഡൻസ്. ആമേൻ സ്തോത്രം. ആ ഫോഴ്സിന്റെ പേരാണ് സപ്ലൈ. എൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എനിക്ക് വേണ്ടി തുറന്നു തരുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി ഇന്ന് കാലം തിരുവചനം വിളിച്ചു പറയുന്നത് മൈ ഗോഡ് ഷാൽ മീറ്റ് ഓൾ യുവർ നീഡ്സ്, മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്സ്. ആ സപ്ലൈ എന്നൊരു ശക്തി, ആ സപ്ലൈ എന്നൊരു ശക്തി സ്തോത്രം എന്നെ മുക്കിക്കളയാൻ ശ്രമിക്കുന്ന നീഡ്, ആവശ്യങ്ങൾ എന്നെ മുക്കിക്കളയാൻ വേണ്ടി സ്തോത്രം എങ്ങനെ ബലത്തോട് ഫോം ആയിരിക്കുന്നുവോ ആ ബലത്തെ കൗണ്ടർ ചെയ്യുവാൻ തക്കോണം സ്തോത്രം സർവശക്തനായ ദൈവം ആമേൻ സ്തോത്രം നിർമ്മിച്ച മറ്റു ഒരു ഫോഴ്സ് ആണ് ആമേൻ സ്തോത്രം ഈ സപ്ലൈ എന്നൊരു ഫോഴ്സ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ സപ്ലൈ എന്നൊരു ഫോഴ്സ് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം ഞാൻ എവിടെ ആ നീഡ് നിൽക്കുന്നു അതിനെ കൗണ്ടർ ചെയ്യും. സ്തോത്രം. അതിനെ എതിർക്കും. സ്തോത്രം. ആ എതിർക്കുന്ന ഒരു ബലം ആണ് സ്തോത്രം ഇന്ന് കാലം തിരുവചനത്തിൽ നിന്ന് ആമേൻ സ്തോത്രം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ, ഒരാമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. നീഡ് എന്നുള്ള വിഷയത്തെ പറ്റി സ്തോത്രം ആമേൻ എനിക്ക് അധികം സംസാരിക്കാനില്ല ഇന്ന് രാവിലെ സ്തോത്രം. കാരണം ആവശ്യങ്ങൾ ആമേൻ സ്തോത്രം ഒരു നെഗറ്റീവ് ഫോഴ്സാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, ബട്ട് നീഡ് ഈസ് എ നെഗറ്റീവ് ഫോഴ്സ്. സ്തോത്രം.
എന്നാൽ ഞാൻ ഇന്ന് പകൽക്കാലം സ്തോത്രം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആമേൻ സ്തോത്രം ഈ ആവശ്യം എന്നുള്ള ആ ബലത്തെ തകർക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി ലഭ്യമായിരിക്കുന്നത് സ്തോത്രം ആ കൗണ്ടർ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സ് സപ്ലൈ എന്ന് പറയുന്ന ആ ഫോഴ്സിനെയാണ് ഇന്ന് പകൽക്കാലം ഒന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ സ്തോത്രം ആ സപ്ലൈ എന്ന ഫോഴ്സിന്റെ കൈ പിടിച്ചുകൊണ്ടൊന്ന് കടന്നു പോകുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കണമേ, നമ്മൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു സ്തോത്രം ആ ഫോഴ്സിനെ ആമേൻ സ്തോത്രം പരിചയപ്പെടാൻ പറ്റിയെങ്കിൽ ആമേൻ സ്തോത്രം എൻ്റെ കർത്താവേ എനിക്ക് ഒരു പുതിയ ലെവലിലേക്ക് ഒന്ന് ഉയരുവാൻ ഈ ഏപ്രിൽ മാസം എൻ്റെ ദൈവം സഹായിക്കുമല്ലോ എന്നുള്ള വിശ്വാസം ഇത് ഒരു കാലം ആമേൻ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ദൈവം പകരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം സ്തോത്രം. ആ നീഡ് പലർക്കും പല വിധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം ഒന്ന് പെട്ടെന്ന് എടുത്താട്ടെ. അതിന്റെ 16-ാം അധ്യായത്തിൽ ദൈവം ശമൂവേലിനോട് പറയാണ്, നീ ബേത്ലഹേമിലേക്ക് കടന്നു പോകണം. സ്തോത്രം. ചെല്ലണ്ടിയ ടൗൺ ഐഡന്റിഫൈ ചെയ്തു കൊടുത്തു. എന്നിട്ട് സർവശക്തനായ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, ബേത്ലഹേമിൽ നീ ജെസ്സിയുടെ വീട്ടിലേക്ക് കടന്നു പോകണം. പോകേണ്ടിയ കുടുംബത്തെ സർവശക്തനായ ദൈവം ഐഡന്റിഫൈ ചെയ്തു കൊടുത്തു. സ്തോത്രം. ആ ജെസ്സിയുടെ ഭവനത്തിൽ നീ ചെന്ന് ജെസ്സിക്കുള്ള മക്കളിൽ ഒരുവനെ രാജാവായി അഭിഷേകം ചെയ്യണമെന്ന് ശമൂവേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു. സ്തോത്രം. നോക്കണം, ചെല്ലണ്ടിയ പട്ടണം ഐഡന്റിഫൈ ചെയ്തു കൊടുത്തു, ചെല്ലണ്ടിയ ഭവനത്തെ ഐഡന്റിഫൈ ചെയ്തു കൊടുത്തു. പക്ഷെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാത്തൊരു കാര്യം അവിടെ ഉണ്ട്. ശമൂവേൽ അവിടെ നിൽക്കുമ്പോൾ, പ്രവാചകൻ ശമൂവേൽ അവിടെ നിൽക്കുമ്പോൾ നിൽക്കുന്നത് ഈ 7 മക്കളിൽ ഏത് മകനാണ് സ്തോത്രം ഞാൻ രാജാവായി അഭിഷേകം ചെയ്യേണ്ടത്? ശമൂവേലിന്റെ നീഡ് എന്തായിരുന്നു അറിയാമോ? ആവശ്യം എന്തായിരുന്നു അറിയാമോ? സ്തോത്രം. ആമേൻ. ഇവരിൽ ആരെ ഞാൻ അഭിഷേകം ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയുണ്ട്, നീ വെളിയിലുള്ളതല്ല നോക്കേണ്ടത്, നീ അകത്തുള്ളത് വേണം നോക്കാൻ. ഒരാമ്യം പറഞ്ഞാട്ടെ. സ്തോത്രം. ആ ഒരു സ്പെസിഫിക് ഓർഡർ വെച്ച് സ്തോത്രം ഈ ശമൂവേൽ പ്രവാചകൻ ജെസ്സിയുടെ ഭവനത്തിൽ നിൽക്കുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. സ്തോത്രം. ശമൂവേലിന്റെ ആമേൻ സ്തോത്രം ആവശ്യം എന്തായിരുന്നു? നീഡ് എന്തായിരുന്നു? സ്തോത്രം. ഈ 7 മക്കളിൽ ആരെയാണ് ഞാൻ ഈ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യേണ്ടത്? സ്തോത്രം. സ്തോത്രം. നീഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്തോത്രം ആവശ്യങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ്. സ്തോത്രം. ദൈവം കൽപ്പിച്ചു, പ്രത്യേകമായ കൽപ്പന കൊടുത്തിരുന്നു, പ്രത്യേകമായ കൽപ്പന കൊടുത്ത് സ്തോത്രം ശമൂവേൽ അവിടെ നിൽക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ ഡയറക്റ്റ് വേർഡ് പ്രാപിച്ചു. ഡയറക്റ്റ് വേർഡ് എന്തായിരുന്നു? സ്തോത്രം. ആമേൻ. നീ അകം നോക്കാവൂ, വെളി നോക്കരുത്. സ്തോത്രം. അകം നോക്കാവൂ, വെളി നോക്കരുത് എന്ന് കാത്തിരുന്ന് സ്തോത്രം ഓരോ മക്കൾ വന്നപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ആമേൻ സ്തോത്രം ഈ ശമൂവേൽ ആമേൻ സ്തോത്രം ഒന്ന് കറസ്പോണ്ടൻസ് ചെയ്യാൻ തുടങ്ങി, ഒന്ന് റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ റിലേഷൻഷിപ്പിൽ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം. ഇവനിൽ ആരാണ് അടുത്ത രാജാവായി അഭിഷേകം ചെയ്യേണ്ടത്? രാമ്യം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിങ്ങളുടെയും ആവശ്യങ്ങൾ ഒറ്റ അടിക്കല്ല ദൈവം തരുന്നത്. എൻ്റെ ഒന്നാമത്തെ പോയിന്റാണ്. സ്തോത്രം. God doesn't meet my need at the first instance. അതിനുവേണ്ടിയുള്ള വഴികൾ ദൈവം തുറന്നു തരും. സ്തോത്രം. എന്നെ അവിടം വരെ എത്തിക്കും. ഞാൻ ചെല്ലേണ്ടിയ ഡയറക്ഷൻ എല്ലാം പറഞ്ഞു തന്നു. ശമൂവേലിനോട് പറഞ്ഞു, സ്തോത്രം നീ പോകേണ്ടിയ ബേത്ലഹേമിലാണ്, നീ പോകേണ്ടിയ ജെസ്സിയുടെ ഭവനത്തിലാണ്. ആമേൻ സ്തോത്രം. നീ ചെയ്യേണ്ടിയ ദൗത്യം ചെയ്തു കൊടുത്തു. സ്തോത്രം. ബാക്കി ആമേൻ സ്തോത്രം ദൈവം പറഞ്ഞു, ഇനി നീ വാങ്ങിച്ചെടുത്തോ. എത്ര പേരുണ്ട് ഇന്ന് രാവിലെ എൻ്റെ കൂടെ? എത്ര പേര് എൻ്റെ കൂടെ ഉണ്ട്? സ്തോത്രം. സ്തോത്രം. അവൻ ചെല്ലേണ്ടിയ സ്ഥലം പറഞ്ഞു കൊടുത്തു. ആമേൻ സ്തോത്രം. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, സ്തോത്രം ഇനി ആമേൻ സ്തോത്രം ബാക്കി കാര്യം നീ വാങ്ങിച്ചെടുത്തോളാം.
സ്തോത്രം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരാവശ്യം പോലും ദൈവം ഒറ്റ അടിക്ക് ദൈവം തരത്തില്ല. സ്തോത്രം. അവൻ അത് പ്രാപിച്ചെടുക്കുവാനുള്ളതെല്ലാം എൻ്റെ നിങ്ങളുടെ മകത്ത് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ 2 കരങ്ങളെ ഉയർത്തി കർത്താവിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. എന്നെ എത്തിക്കും. ആമേൻ. സ്തോത്രം. ഞാൻ ചെല്ലേണ്ട ഇടം വരെ കാണിച്ചു തരും. ആമേൻ. സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ളത് സ്തോത്രം ഒന്ന് മനസ്സിലാക്കി എടുക്കുവാൻ, അതൊന്ന് പ്രാപിച്ചെടുക്കുവാൻ, ഗ്രഹിച്ചെടുക്കുവാൻ, ഒന്ന് ആമേൻ സ്തോത്രം കൊണ്ടുപോകുവാനുള്ളത് ആമേൻ സ്തോത്രം എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ദൈവം പറഞ്ഞതൊക്കെ എന്താണെന്ന് അറിയാമോ? സ്തോത്രം. യൂസ് വാട്ട് ഐ ഹാവ് ഗിവൻ ടു യു. നിനക്ക് ഞാൻ തന്നിട്ടുള്ളത് ചിലതുണ്ട്. ആമേൻ സ്തോത്രം. അത് ഇന്ന് മുതൽ സ്തോത്രം നീ ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ, ഒന്ന് ആമേൻ സ്തോത്രം ഉപയോഗിക്കാൻ തുടങ്ങുക. അത് യൂസ് ചെയ്യുമ്പോഴാണ് സ്തോത്രം ആമേൻ സ്തോത്രം അതിൻ്റെ ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. രാവിലെ സ്തോത്രം വചനം കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി പിടിച്ചാട്ട്. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു വിഷയം എന്താണെന്നറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വലിയ കാര്യങ്ങൾ പ്രാപിച്ചെടുക്കാനുള്ളതെല്ലാം എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് ദൈവം തന്നിട്ടുണ്ട്. അത് തരാതെ സ്തോത്രം ഒറ്റ വ്യക്തിയെയും ഈ ദൈവം ഭൂമിയിൽ അയച്ചിട്ടില്ല. സ്തോത്രം. ഈ കയ്യിൽ ആമീൻ സ്തോത്രം ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും പ്രാപിച്ചെടുക്കേണ്ട സകലവും ആമീൻ സ്തോത്രം സർവശക്തനായ ദൈവം ആമീൻ സ്തോത്രം ധാരാളമായി തന്നിട്ടുണ്ട്. ഇന്ന് നീ അനുഭവിക്കുന്ന നിന്റെ വിഷയം, നിന്റെ ആമീൻ സ്തോത്രം ആമീൻ നിന്റെ ഡെയിലി ലൈഫിൽ നീ സ്തോത്രം ആമീൻ സ്റ്റക്കായിരിക്കുന്ന നിന്റെ വിഷയത്തിൻ്റെ അകത്ത് സ്തോത്രം ആമീൻ നീ ചെല്ലേണ്ട ഡയറക്ഷൻ, നിന്റെ ഡെസ്റ്റിനേഷൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ആമീൻ സ്തോത്രം ഒരു കാര്യം ഉറപ്പാണ്. സ്തോത്രം. ഗോഡ് ഹാസ് ഗിവൻ യു ദ റിസോഴ്സസ് ടു ഗെറ്റ് ഇറ്റ്. അത് പ്രാപിച്ചെടുക്കുവാനുള്ളത് ദൈവം അകത്ത് തന്നിട്ടുണ്ട്. അത് ഉണർവുള്ളവരുടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ചിലർക്ക് അത് ടാലന്റായിട്ടാണ് വന്നിട്ടുള്ളത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ആമേൻ സ്തോത്രം ജീവിതത്തിൻ്റെ ആമേൻ സ്തോത്രം ഒരു പ്രത്യേക ഗിഫ്റ്റായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ചിലർക്ക് ഇത് അഭിഷേകമായിട്ടാണ് വന്നിരിക്കുന്നത്. നീ വന്നപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആമേൻ സ്തോത്രം ഒരു പക്ഷേ നിനക്ക് ഇതില്ലായിരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് എ ടാലന്റ്. സ്തോത്രം. അത് നിന്റെ ടാലന്റ് അല്ല. ഒരു ചിലർക്ക് സ്തോത്രം അത് ഗിഫ്റ്റായിട്ട് പാരമ്പര്യമായി ആമേൻ സ്തോത്രം ഉള്ള ആമേൻ സ്തോത്രം കൈമാറി പ്രാപിച്ച ചില ആമേൻ സ്തോത്രം ഗിഫ്റ്റ്സ് ആണ്. എൻ്റെ അപ്പൻ നല്ലതായിട്ട് പാടുമായിരുന്നു, എൻ്റെ വല്യമ്മച്ചി നല്ലതായിട്ട് പാടുമായിരുന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ പ്രാപിച്ചെടുത്ത ചില ഗിഫ്റ്റുകൾ. സ്തോത്രം. എന്നാൽ ടാലന്റും ഗിഫ്റ്റും അല്ലാത്ത ചിലതുണ്ട്. സ്തോത്രം. ആമേൻ. എൻ്റെ ജീവിതത്തിൽ ഈ ഓട്ടം ഒരു സക്സസ്ഫുൾ ലൈഫായിട്ട് ഓടണമെന്ന് ആമേൻ സർവശക്തനായ ദൈവം കണ്ടപ്പോൾ സ്തോത്രം പെട്ടെന്ന് ഒരു നിമിഷത്തിൽ സ്തോത്രം അവൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് സ്തോത്രം ആ തൈലം എൻ്റെ മേലും നിങ്ങളുടെ മേലും അവൻ ഊറ്റും. ആ അഭിഷേക തൈലം പ്രാപിച്ചു കഴിയുമ്പോൾ സ്തോത്രം ആമീൻ ഇതിനു മുമ്പ് ഇതുവരെയും ആമീൻ സംസാരിക്കാൻ കഴിയാത്ത മോശേ ആമീൻ സ്തോത്രം നീ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടർ കഴിഞ്ഞിട്ട് സ്തോത്രം പിന്നെ നിനക്കുള്ള വിഷയം ആമീൻ നിന്നെ കൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്ന പദ്ധതികളാണ് വിഷയം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതാണ് അഭിഷേകം. സ്തോത്രം. ഗോഡ് ഗിവിംഗ് ആമീൻ ഹിസ് ഗ്രേസ്, അവന്റെ കൃപ. ആമീൻ സ്തോത്രം. ഇവിടെ ശമൂവേലിനെ പറ്റി നോക്കുമ്പോൾ സ്തോത്രം പെട്ടെന്ന് ശമൂവേൽ പ്രാപിച്ചത് ഈ ഒരു അഭിഷേകമാ. Because he didn't come from a family of prophets. ഒരു പ്രവാചകന്മാരുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നവനല്ല. എന്നാൽ ശമൂവേൽ വന്നത് ആമീൻ സ്തോത്രം കരയുന്ന ഒരു അമ്മയുടെ കുടുംബത്തിലായിരുന്നു. സ്തോത്രം. അമ്മയുടെ കരച്ചിൽ ആമീൻ സ്തോത്രം ഇവന്റെ ആമീൻ സ്തോത്രം ഇൻഹെറിറ്റൻസ് ആയിട്ട് ഇവൻ അസറ്റ് ആയിട്ട് അവിടെ കിടക്കുമ്പോൾ സ്തോത്രം സർവശക്തനായ ദൈവം ആമീൻ സ്തോത്രം ഇവനെ പറ്റി ചില പദ്ധതികൾ ഉണ്ടാക്കാൻ തുടങ്ങി, ചില പ്ലാനുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, അവനെ പറ്റി ചില സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ആമീൻ സ്തോത്രം കരഞ്ഞ് ഇവനെ വാങ്ങിച്ചെടുക്കുമ്പോൾ തന്നെ സ്തോത്രം സർവശക്തനായ ദൈവം പറഞ്ഞു ഇങ്ങനത്തെ ഒരു അമ്മ ഉള്ള ആമേൻ സ്തോത്രം മകൻ ഞാൻ കൊടുക്കുമ്പോൾ സ്തോത്രം ഇവനെ കൊണ്ട് ചില വലിയ കാര്യങ്ങൾ തന്നെ ഞാൻ ചെയ്തെടുപ്പിക്കാൻ പോവുകയാണ്. ആമേൻ സ്തോത്രം. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന പ്രിയ മാതാവേ ഞാൻ നിന്നെ പറ്റി ഒരു കാര്യം പറയാം. സ്തോത്രം. നിന്റെ കുഞ്ഞിന് നീക്കി ആമേൻ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാ. ആമേൻ സ്തോത്രം. നീ വാങ്ങിച്ചു കൊടുക്കുന്ന ടാബുകൾ നല്ലതാ. പക്ഷേങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ നീ മടക്കരുത്. നീ ആമേൻ സ്തോത്രം മണിക്കൂറുകൾ ചെലവാക്കി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ ഒരു ഹൃദയത്തിൽ തോന്നാത്ത ചില വിഷയങ്ങളാണ്. ആമേൻ. ആരുമില്ലാത്ത ശമൂവേൽ ഇപ്പോൾ നിൽക്കുന്നത് ജെസ്സിയുടെ ഭവനത്തിൽ. ആമേൻ സ്തോത്രം. അവന്റെ അസറ്റ് അവനുള്ള അഭിഷേകമാ. മറ്റൊന്നും അവനില്ല.
അവന്റെ ഉള്ളിൽ സ്തോത്രം, അവന് പറയാനുള്ള ടാലന്റ് ഇല്ല, അവന് പറയാനുള്ള ഗിഫ്റ്റ് ഇല്ല. ആമേൻ സ്തോത്രം. എന്നാൽ അവനെ എത്തിച്ചു ബേത്ലഹേമിൽ ജെസ്സിയുടെ ഭവനത്തിൽ സർവശക്തനായ ദൈവം എത്തിച്ചു. ഇവൻ നിൽക്കുക ഒരു വലിയ അസൈൻമെന്റ് മുമ്പിൽ. ഇവന്റെ അസൈൻമെന്റ് സാധാരണ അസൈൻമെന്റ് അല്ല. ഇസ്രായേൽ എന്ന രാജ്യം സ്തോത്രം രാഷ്ട്രത്തെ നയിക്കുവാനുള്ള ഒരു രാജാവിനെ അഭിഷേകം ചെയ്യണം. He cannot go wrong. അവന് തെറ്റ് പറ്റാൻ പറ്റത്തില്ല. അവന്റെ ജീവിതത്തിൽ സ്തോത്രം ഒരു ക്രൂഷ്യൽ ഡിസിഷന്റെ മുമ്പിൽ നിൽക്കുക. ബട്ട് ദ ഫ്രീഡം ഇസ് ഹിസ്. അവന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ദൈവം പറഞ്ഞു സ്തോത്രം, നിന്റെ മുമ്പിൽ 7 പേരും ഉണ്ട്, നീയും ഉണ്ട്, ബാക്കി കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. രാവിലെ പ്രാപിച്ചെടുക്കേണ്ടവർ പ്രാപിച്ചെടുത്തോ. എൻ്റെ നിങ്ങളുടെ മുമ്പിൽ ചില അസൈൻമെന്റുകളുമായിട്ടാണ് സർവശക്തനായ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലം ഞാൻ നസറായ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം സ്തോത്രം. I mean sometimes I and you we have no options. We cannot go wrong. എനിക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല, തെറ്റ് പറ്റാൻ പറ്റത്തില്ല സ്തോത്രം. കാരണം എന്നെ അയച്ചിരിക്കുന്ന ദൗത്യം അതുപോലത്തെ ഒരു ദൗത്യമാ. You are going to take a decision that can change the nation. I mean നീ എടുക്കാൻ പോകുന്ന ഒരു സ്തോത്രം ഡിസിഷൻ രാഷ്ട്രത്തിന്റെ മോചായം തന്നെ മാറ്റും. He cannot go wrong. He cannot go wrong. അവന് തെറ്റ് പറ്റാൻ പറ്റത്തില്ല സ്തോത്രം. ആമേൻ. അവന് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ സ്തോത്രം. അവന്മേൽ സ്തോത്രം ഒഴിച്ച ഒരു അഭിഷേകത്തെ സ്തോത്രം അന്ന് പകൽക്കാലം സ്തോത്രം അവൻ തീരുമാനിച്ചു. ആമേൻ. എന്നോട് പറഞ്ഞല്ലോ സ്തോത്രം, നീ വെളി നോക്കരുത്, നീ അകം നോക്കിക്കോണം സ്തോത്രം. അകം നോക്കിക്കോണം. അകം നോക്കണമെങ്കിൽ സ്തോത്രം ഈ കണ്ണുകൊണ്ട് പറ്റത്തില്ല എന്ന് ശമൂവേലിന് മനസ്സിലായി. അകം നോക്കണമെങ്കിൽ സ്തോത്രം വെളി നോക്കിയാൽ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അവൻ നോക്കാൻ വേണ്ടി സർവശക്തനായ ദൈവം അവനിൽ പകർന്ന ആ അഭിഷേകം എന്ന തൈലത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ഒരു കാലം ഞാൻ പറയട്ടെ, അവനിലുള്ള ആ മക്കളിൽ സ്തോത്രം ശക്തന്മാരെ മാറ്റി നിർത്തേണ്ടി വന്നു. എന്നാൽ കാട്ടിലുള്ളവനെ തെരഞ്ഞെടുത്ത് സ്തോത്രം അവന്മേൽ ഈ അഭിഷേക തൈലം സ്തോത്രം ഊറ്റാൻ പറ്റിയത് സ്തോത്രം ശമൂവേലിലുള്ള അഭിഷേകമായിരുന്നു. ശമൂവേലിലുള്ള അഭിഷേകമായിരുന്നു. The need സ്തോത്രം. ആവശ്യങ്ങൾ വരുമ്പോൾ സ്തോത്രം സർവശക്തനായ ദൈവം എന്റെ നിങ്ങളുടെ മകത്ത് തന്നിരിക്കുന്ന അഭിഷേകം സ്തോത്രം ആ ആവശ്യങ്ങളുടെ ഫോഴ്സിനെ തട്ടിക്കളയുന്നതാ. സ്തോത്രം സ്തോത്രം. ആവശ്യം ഒരു ബലമാ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 7 പേർ നിൽക്കുക, ഇസ്രായേലിന്റെ രാജാവിനെ വാഴ്ത്താൻ പോകുക. സ്തോത്രം. ഇസ്രായേലിന്റെ രാജാവിനെ വാഴ്ത്താൻ പോകുമ്പോൾ സ്തോത്രം ഈ 7 പേരിൽ സ്തോത്രം ഞാൻ തെറ്റുപറ്റാൻ എനിക്ക് സാധ്യതയില്ല. I cannot സ്തോത്രം. ആ സമയത്ത് സ്തോത്രം എൻ്റെ നിങ്ങളുടെ മകത്ത് കിടക്കുന്നത് അവൻ ഉപയോഗിച്ചു. ആ കൈ ഉയർത്തി പറഞ്ഞാട്ട് സഹോദരനോട് കൈ കൊടുത്ത് പറഞ്ഞാട്ട് സ്തോത്രം. അടുത്തുള്ള സഹോദരനെ കൈ കൊടുത്ത് പറഞ്ഞാട്ട് സ്തോത്രം. നിന്റെ അകത്ത് കിടപ്പുണ്ട്, നിന്റെ അകത്ത് കിടപ്പുണ്ട്. നിന്റെ ആവശ്യത്തിന് മുമ്പിലാണെങ്കിൽ പറഞ്ഞാട്ട് സ്തോത്രം നിന്റെ അകത്ത് കിടപ്പുണ്ട്. ഒരു നിമിഷം കൈപിടിച്ചു ഒന്ന് പ്രാർത്ഥിച്ചോടെ. നസറേയ യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്ത് കിടപ്പുണ്ട്, നിന്റെ അകത്ത് കിടപ്പുണ്ട്, നിന്റെ അകത്ത് കിടപ്പുണ്ട്. ചിലപ്പോൾ ടാലന്റാ, ചിലപ്പോൾ ഗിഫ്റ്റാ, ചിലപ്പോൾ അഭിഷേകമാ. ഇത് ഒരു കാലം സ്തോത്രം സ്തോത്രം ഒന്ന് കത്തിച്ചോ. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. ആവശ്യം സ്തോത്രം ഒന്ന് സ്തോത്രം പൊട്ടട്ട് ഇന്ന് രാവിലെ. യെസ് നിന്റെ കൂടെ നിൽക്കുന്ന സഹോദരന് നീ ചെയ്യുന്ന ഒരു വലിയ സഹായമാണ്. സ്തോത്രം അവന്റെ അകത്ത് കിടക്കുന്നതിനെ ഒന്ന് ജ്വലിപ്പിക്കാൻ പറ്റുമെങ്കിൽ കൈ പിടിച്ചോ. Praise the Lord. God doesn't give everything at once. ദൈവം എല്ലാം സ്തോത്രം ഒറ്റയടിക്കല്ല ദൈവം തരുന്നതാ. എന്നെ കൊണ്ടുപോയി അവിടം വരെ എത്തിക്കും. അവിടെ എത്തിച്ചു കഴിഞ്ഞിട്ട് സ്തോത്രം ദൈവം പറയും ഇനി നീ പ്രാപിച്ചെടുത്തോ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 32-ാം വാക്യം. Acts chapter 4 verses 32. അവിടെ നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം ജനങ്ങൾ സ്തോത്രം പഴയ പുതിയ നിയമസഭയിൽ സ്തോത്രം അപ്പോസ്തലന്മാരുടെ അടുത്ത് അവർക്കുള്ള നന്മകളെല്ലാം കൊണ്ടുവരുമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം അതിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ വിശ്വസിച്ചവരുടെ കൂട്ടം. ഞാൻ പറയാൻ പറ്റും.
32. വിശ്വസിച്ചവരുടെ കൂട്ടം ആ. ഏകഹൃദയവും ഏക ഹൃദയവും ഏക മനസ്സും വിശ്വസിച്ചവരുടെ കൂട്ടം. അടുത്തുള്ള സഹോദരന്റെ കൈ വെച്ചിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, വിശ്വസിച്ച നമ്മളെ പോലെ കേട്ടോ. വിശ്വസിച്ചവരുടെ സ്തോത്രം പറഞ്ഞാട്ടെ, നമ്മളെ പോലാന്ന്. നമ്മളെ പോലെ അവരുടെ മുഖത്തോട്ട് നോക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക ഹൃദയവും. ഇനി നോക്കി പറഞ്ഞാട്ടെ, അവരുടെ ഏക ഹൃദയവും ആ ഏക മനസ്സും ഏക മനസ്സും ഉള്ളവരായിരുന്നു. സ്തോത്രം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. സ്തോത്രം. അവരിലുള്ളത് സ്തോത്രം. വിശ്വസിച്ചവരുടെ കൂട്ടം ഒരു കോമൺ ഫാക്ടറാ. സ്തോത്രം. ഇവരെല്ലാം വിശ്വാസികളാ. പിന്നെയുള്ള കോമൺ ഫാക്ടർ എന്താണെന്നറിയാമോ? സ്തോത്രം. ഒരുവന്റെ ഹൃദയം നോക്കിയാൽ മതി. സ്തോത്രം. മറ്റേ അച്ചായന്റെ ഹൃദയവും നമുക്ക് അതിനകത്ത് കാണാം. സ്തോത്രം. കാരണം എല്ലാവരും ഒറ്റ ഹൃദയമുള്ളവരായിരുന്നു, ഒറ്റ മനസ്സുള്ളവരായിരുന്നു. സ്തോത്രം. ഈ ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരുടെ അടുത്തൊരു ക്വാളിറ്റി നമുക്ക് അടുത്ത വാക്യം വായിച്ചാട്ടെ. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അവർക്കുള്ളതൊന്നും തനിക്കെന്നുള്ള ചിന്താഗതി അവർക്ക് ആർക്കുമില്ലായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ, എന്നോട് വായിച്ചാട്ടെ ആ വചനം. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് വായിച്ചേ. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ആദ്യത്തെ വാക്കൊന്ന് പറയാമോ? തനിക്ക്. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം. താൻ എന്ന് പറയുന്ന ആരെയാ? ഞാൻ ഈ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി താൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം എന്താ? സ്നേഹം കൊണ്ട് വർഷങ്ങളായിട്ടുള്ള പരിചയം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ. പക്ഷെ താൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അല്ലേ? ആണോ? അല്ലേ? ആണോ? സ്തോത്രം. താൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാ, തനിക്ക് ഉള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലേ? സ്തോത്രം. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ആരെപ്പറ്റി എഴുതിയിരിക്കുന്നത്? 32 വാക്യം തുടങ്ങിക്കേ. വിശ്വസിച്ചത് എന്ന് പറയുന്നത് ഒരു കൂട്ടമാ. എല്ലാവരും വായിൽ തുറന്നത് പറഞ്ഞാട്ടെ, കൂട്ടമാന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. എല്ലാവരും ഇവിടെ ഉള്ളവരും ഇല്ലാത്തൊരു കൂട്ടമാന്ന് പറഞ്ഞാട്ടെ. ഉറക്കെ. വിശ്വസിച്ചവരൊരു കൂട്ടമാ. പക്ഷെങ്കിൽ സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്ന തനിക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം ആ കൂട്ടം ഒന്നായി മാറി. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. അവർ ഒരു ഹൃദയമുള്ളവരാ. സ്തോത്രം. പിന്നെ മറ്റവന്റെ ഹൃദയം അന്വേഷിക്കാൻ പോകേണ്ടി വന്നില്ല. ഒരുവൻ ഒരു സ്തോത്രം ഹൃദയമായി, മറ്റവൻ ഒരു മനസ്സായി. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് തനിക്ക് ഉള്ളതെല്ലാം സ്തോത്രം സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. ആ സഭയിൽ നടന്നു വന്ന ഒരു വിഷയമുണ്ട്. സ്തോത്രം. ആ സഭയിൽ സംഭവിച്ച എന്താണെന്നറിയാമോ? അവർ കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കയ്യിൽ അവർക്കുള്ളത് കൊടുക്കും. അപ്പോസ്തലന്മാർ സ്തോത്രം അവരുടെ ഇടയ്ക്കുള്ള ആവശ്യങ്ങൾ അനുസരിച്ച് അതായ ജനങ്ങൾക്ക് അവരുടെ ആവശ്യം അനുസരിച്ചുള്ളത് സ്തോത്രം അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പോയിന്റ്, എൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കും സർവശക്തനായ ദൈവത്തിന്റെ സപ്ലൈ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്കുള്ള ആവശ്യങ്ങൾ അനുസരിച്ചാണ് സർവശക്തനായ ദൈവം സ്തോത്രം അവന്റെ സപ്ലൈ എനിക്കും നിങ്ങൾക്കും ദൈവം തരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ബഹുകാലം പല വിധത്തിലെ സ്തോത്രം സപ്ലൈ ലെവലിൽ ഉള്ളവരാണ് ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നത്. ചിലരുടെ സ്തോത്രം ഫൈനാൻഷ്യൽസ് ആവശ്യമാണ്. സ്തോത്രം. ചിലരുടെ ജീവിതത്തിൽ രോഗസൗഖ്യമാണ്. ചിലരുടെ ജീവിതത്തിൽ സ്തോത്രം കുഞ്ഞുങ്ങളുടെ പറ്റി ഭാരമാണ്. ചിലരുടെ ജീവിതത്തിൽ സ്തോത്രം മറ്റ് പല വിഷയങ്ങളുമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു സ്തോത്രം നിന്നെ മുക്കുവാൻ ശ്രമിക്കുന്ന ആ നീഡ് എന്നുള്ള ബലമുണ്ടല്ലോ സ്തോത്രം, ആവശ്യമെന്നുള്ള ബലത്തിന് മുമ്പിൽ സ്തോത്രം നിനക്ക് വേണ്ടി സപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു ശക്തിയുണ്ട്. സ്തോത്രം. ആ ശക്തി എന്ന് പറയുന്നത് സ്തോത്രം നിന്റെ ആവശ്യത്തിനനുസരിച്ച് അവൻ തരാൻ വിശ്വസ്തനായ ദൈവമാ. സ്തോത്രം.
സ്തോത്രം. കാരണം സ്തോത്രം, സഭയിൽ സംഭവിച്ചത് അപ്പോസ്തലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു, അവരവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് കൊടുത്തു. രാവിലെ കൈ നെഞ്ചത്ത് വെച്ച് പറഞ്ഞാട്ടെ, സ്തോത്രം, എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എൻ്റെ ദൈവം എനിക്ക് തരും. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എൻ്റെ ദൈവം ഇത് ഒരു കാലം എനിക്ക് തരും. സ്തോത്രം, സ്തോത്രം. മുമ്പോട്ട് പോകാം, പെട്ടെന്ന് പോകാം. സ്തോത്രം. വായിച്ചാട്ടെ ഫിലിപ്പിയ ലേഖനം 4:12. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. പൗലോസ് പറയാണ്, സ്തോത്രം, തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. സ്തോത്രം. അടുത്തത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്തോത്രം. അത് കഴിഞ്ഞിട്ടാണ് 19-ാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, എന്താ വായിച്ചാട്ടെ? എന്റെ ദൈവമോ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞാൻ സമൃദ്ധിയിലായിരിക്കുമ്പോഴും, ഞാൻ ഇല്ലായ്മയിലായിരിക്കുമ്പോഴും, ഞാൻ സന്തോഷത്തോടായിരിക്കുമ്പോഴും, ഞാൻ വേദനയോടായിരിക്കുമ്പോഴും എന്നെ ശക്തീകരിച്ച എൻ്റെ ദൈവമോ, സ്തോത്രം, അവന്റെ ധനത്തിന് ഒത്തവണ്ണം എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി തന്നവൻ. സ്തോത്രം, നിന്റെ ബുദ്ധിമുട്ടുകളും അവൻ മാറ്റി തരാൻ വിശ്വസനായ ദൈവമാ. പൗലോസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം, ആവശ്യം എന്ന് പറയുന്നത്, സ്തോത്രം, ഇറ്റ്സ് എ സഫറിങ്. നീഡ് എന്ന് പറയുന്നത് സഫറിങ്. ആവശ്യത്തിൽ ഇരിക്കുമ്പോൾ, സ്തോത്രം, എനിക്കിത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, സ്തോത്രം, ജീവിക്കുന്ന വളരെ കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. Praise the Lord. Because suffering is not enjoyable. ഒരു സന്തോഷമുള്ള സമയമല്ല നീഡിൽ കിടക്കുന്നവർ. സ്തോത്രം. ഏത് വിധത്തിലും, സ്തോത്രം, ഉള്ള നീഡായിരിക്കട്ടെ, ആ നീഡ്, സ്തോത്രം, എപ്പോഴും എൻ്റെ നിങ്ങളുടെ സ്തോത്രം ചിന്തയെ ബോധർ ചെയ്തുകൊണ്ടിരിക്കും. ശരിയാണോ? സ്തോത്രം. അത് നമ്മളെപ്പോഴും ബോധർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിരിക്കുന്നുണ്ട്, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് പോകുന്നുണ്ട്, വരുന്നുണ്ട്, സ്തോത്രം, എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമെങ്കിലും, സ്തോത്രം, ഹൃദയത്തിൻ്റെ അകത്തൊന്ന് തുറന്നു കഴിഞ്ഞാൽ, സ്തോത്രം, ദാറ്റ് ഹാസ് ഓക്യുപ്പൈഡ് ദ പ്രൈം പ്ലേസ്. അല്ലേ? സ്തോത്രം. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്നാലും, സ്തോത്രം, എന്നെ അത് സ്തോത്രം ബോധർ ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് അതാണ് നീഡിന്റെ ഒരു ക്യാരക്ടർ. സ്തോത്രം. എന്നാൽ ആ ഒരു ക്യാരക്ടറിനെ കൗണ്ടർ ചെയ്യാൻ തക്കോണം സർവശക്തനായ ദൈവം പൗലോസിന് ഒരു കാര്യം കൊടുത്തിരുന്നു. എന്തായിരുന്നു? സ്തോത്രം, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് who strengthens me. സ്തോത്രം. ആവശ്യങ്ങളിൽ ഉള്ളവനായ ഈ പൗലോസ് പറയാണ്, സ്തോത്രം, ഈ ആവശ്യ സമയത്ത് ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം, എനിക്ക് സകലവും ചെയ്യാൻ പറ്റും. കാരണം, സ്തോത്രം, എന്നെ ബലപ്പെടുത്തുന്നവനായ ക്രിസ്തു യേശു എൻ്റെ കൂടുണ്ട്. സ്തോത്രം, ഞാൻ ഈ ആവശ്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, സ്തോത്രം, എൻ്റെ ജീവിതത്തിൻ്റെ സഫറിങ്ങിൽ കൂടി കടന്നു പോകുമ്പോൾ, സ്തോത്രം, ഇറ്റ് ഈസ് നോട്ട് എൻജോയബിൾ. ഐ എം നോട്ട് എൻജോയിങ് ഇറ്റ്. എനിക്ക് സന്തോഷമില്ല. സ്തോത്രം. എന്നാലും ആ വേദനയുടെ സമയത്തും, സ്തോത്രം, ഞാൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ സ്തോത്രം, സർവശക്തനായ ദൈവം കൂടെ വന്ന്, ആ യേശു കർത്താവ് കൂടെ വന്ന് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാലം, സ്തോത്രം, ആ ബലമില്ലായിരുന്നെങ്കിൽ, സ്തോത്രം, എത്ര പ്രാവശ്യം നാം തകർന്നു പോയെന്നറിയാമോ? സ്തോത്രം, എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിന്റെ സ്തോത്രം, ആ കരുതലില്ലായിരുന്നെങ്കിൽ, സ്തോത്രം, എത്ര പ്രാവശ്യം സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്നറിയാമോ? സ്തോത്രം. എന്നാൽ എന്നെ നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ സമ്മതിക്കാതെ, സ്തോത്രം, ഞാൻ നിങ്ങളും അറിയാതെ, സ്തോത്രം, എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവനായ കർത്താവിനെയാണ് ഇന്ന് രാവിലെ നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ഒരു റോങ് ഡിസിഷൻ മതി, ഒരു റോങ് സ്റ്റെപ്പ് മതി, ഒരു റോങ് തോട്ട് മതി. സ്തോത്രം, പലപ്പോഴും ആ കാലൊന്ന് തെന്നിപ്പോയായിരുന്നെങ്കിൽ, സ്തോത്രം, എന്ത് ആയി പോയേനേയും. എന്നാൽ അതിന് സമ്മതിക്കാതെ, സ്തോത്രം, അവൻ കൂടെ നിന്നു. he will not allow your foot to slip. അവൻ നിന്റെ കാല് തെന്നുവാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം, നിന്നെ വീഴുവാൻ സമ്മതിക്കത്തില്ല. നീ റോങ് ഹാൻഡ്സിൽ പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. തക്ക സമയത്ത് സ്തോത്രം, നിന്നെ പണിയുന്നവനാണ്. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, when the force of need try to kill you,
സ്തോത്രം. ഈ ആവശ്യം എന്ന ശക്തി ഇതിനെ ആമേൻ സ്തോത്രം തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ കൂടെ ആമേൻ സ്തോത്രം കൗണ്ടർ ഫോഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന ആരാന്നറിയാമോ? സ്തോത്രം മറ്റാരുമല്ല, സർവശക്തനായ ദൈവമാ. ഇന്ന് രാവിലെ അവന്റെ സാന്നിധ്യം രുചിക്കുന്നവർ മാത്രം രണ്ട് കരങ്ങളിൽ മടിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ട്. ആമേൻ. പൗലോസ് പറയുന്നു, I know how to live when I suffer, but I also know I can do all things through Christ Jesus who strengthens me. എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് സകലവും ചെയ്യാൻ പറ്റും. Praise the Lord. അടുത്ത സഹോദരനോട് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ബലപ്പെടുത്തുന്ന ക്രിസ്തു നിന്റെ കൂടെ ഉണ്ട്. ബലപ്പെടുത്തുന്ന ക്രിസ്തു കൂടെ ഉണ്ട്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് പോകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 4. അവിടെ ശമരിക്കാരിയ സ്ത്രീയെ നമുക്ക് കാണാൻ പറ്റും. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, സ്തോത്രം, എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ശിഷ്യന്മാരോട് സ്തോത്രം യേശു പറഞ്ഞു, ആമേൻ സ്തോത്രം, എൻ്റെ മേലൊരു ആവശ്യമുണ്ട്, ടു ഗോ ത്രൂ ദ സിറ്റി ഓഫ് സമറിയ. അങ്ങനെ എഴുതിയിരിക്കുന്നത്. I need to pass by the city of Samaria. അല്ലേ? വായിച്ചാട്ടെ. പോകേണ്ടി വന്നു. അതിന്റെ ബെറ്റർ ട്രാൻസ്ലേഷൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആമേൻ സ്തോത്രം, he had to pass through the city of Samaria. അങ്ങനെ കടന്നു പോകേണ്ടി വന്നു. ആമേൻ സ്തോത്രം. യേശുവിന്റെ ആവശ്യമായിരുന്നു ശമരിയ എന്ന പട്ടണത്തിൽ കൂടെ കടന്നു പോകേണ്ടത്. ആവശ്യം, നീഡ്. അവിടെ ചെന്നപ്പോൾ നട്ടുച്ച സമയത്ത് സ്തോത്രം കിണറ്റിൽ വെള്ളം കോരുവാൻ കടന്നു വന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വിശപ്പിന്റെ സമയമായിരുന്നുകൊണ്ട് സ്തോത്രം ശിഷ്യന്മാര് ആമേൻ ആഹാരം മേടിക്കാൻ വേണ്ടി കടന്നുപോയ സമയത്ത് ഈ സ്ത്രീ കിണറ്റിൽ വന്ന് യേശുവിനെ കാണുകയാണ്. അന്ന് അവർ സംസാരിച്ച സംസാരം നിമിത്തം ലോകത്തിന്റെ ആദ്യമായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ത്രീ ഇവാഞ്ചലിസ്റ്റ് അവിടെ ഉരുവാകാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ സ്ത്രീയുടെ ആവശ്യം വെള്ളമായിരുന്നു. യേശുവിന്റെ ആവശ്യം ആമേൻ സ്തോത്രം ആ പട്ടണത്തിലേക്ക് കടന്നു പോകേണ്ടതായിരുന്നു. രാവിലെ ഞാൻ പറയാം സ്തോത്രം, എൻ്റെ നിങ്ങളുടെ പല ആവശ്യങ്ങൾ സ്തോത്രം സൂപ്പർഫിഷ്യൽ ലെവലിലായിരിക്കും. സ്തോത്രം. പെട്ടെന്ന് നോക്കുമ്പോൾ സ്തോത്രം അതിൻ്റെ ലെവൽ ഇങ്ങനെ ആമേൻ സ്തോത്രം പെട്ടെന്ന് പിടിക്കുന്നതായിരിക്കാമെന്ന് നമുക്ക് തോന്നും. സ്തോത്രം. എന്നാൽ ഞാനും നിങ്ങളും കാണാത്ത പല റൂട്ടുകൾ അതിൻ്റെ അടി കയറി കിടക്കും. സ്തോത്രം. ഇവൾ ആമേൻ സ്തോത്രം കടന്നു വന്നത് വെള്ളത്തിന് വേണ്ടി. ആമേൻ സ്തോത്രം അവൾ ദാഹിച്ച വെള്ളം സാധാരണ വെള്ളമല്ലായിരുന്നു. അവൾക്ക് വേണ്ടിയത് സ്തോത്രം നിത്യജീവനുള്ള വെള്ളമായിരുന്നു അവൾ ദാഹിച്ചത്. ആമേൻ സ്തോത്രം. യേശു ക്രിസ്തു കടന്നു പോകേണ്ടിയ ഒരു നീഡ് വന്നു. രാവിലെ സ്തോത്രം പല വിഷയങ്ങളും അണ്ടർഗ്രൗണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ. പല നീഡിൻ്റെയും ഉത്തരങ്ങൾ സ്തോത്രം ആമീൻ റൂട്ട് കോസിൽ കിടക്കുക. ആമീൻ സ്തോത്രം. ഞാനും നിങ്ങളും പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഇതിങ്ങ് തന്നാ പോരായോ എന്നാ സ്തോത്രം. എന്നാൽ സ്തോത്രം എൻ്റെ നിങ്ങളുടെയും സ്തോത്രം ചിന്താഗതികൾക്ക് മറഞ്ഞു നിൽക്കുന്നത് സ്തോത്രം ആമീൻ സർവശക്തനായ ദൈവം ചില സമയത്ത് റൂട്ടിൽ കയറി ചെന്ന് പ്രവർത്തിക്കേണ്ടത് അവൻ തക്ക സമയത്ത് റൂട്ടിൽ കയറി ചെന്ന് പ്രവർത്തിക്കുവാൻ ശക്തനാ. ആമീൻ കോട്ടകൾ ഇടിക്കണമെങ്കിൽ അവൻ കോട്ടകളെ ഇടിക്കുവാൻ ശക്തനാ. മതിലുകൾ പൊട്ടിക്കണമെങ്കിൽ അവൻ മതിലുകളെ പൊട്ടിക്കുവാൻ ശക്തനാ. ചില സമയങ്ങളിൽ സ്തോത്രം അധികാരികളോട് സംസാരിക്കണമെങ്കിൽ he can do it because some of our needs are not superficial as we know it. ആമേൻ സ്തോത്രം. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ സ്തോത്രം വെളിയിൽ കിടക്കുന്ന അല്ല നീഡ്. അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണമെങ്കിൽ സ്തോത്രം ഒന്ന് ആമേൻ സ്തോത്രം ആഴത്തിലേക്ക് ഒന്ന് കടന്നു പോയാലേ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. സ്തോത്രം. ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. സ്തോത്രം. Praise the Lord. എൻ്റെ അടുത്ത പോയിന്റ്, ഈ ആവശ്യം നീഡ് എന്ന ബലം എന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സ്തോത്രം സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി കൗണ്ടറായിട്ട് തരുന്നത് എന്താണെന്നറിയാമോ? സ്തോത്രം അവൻ ചില സമയത്ത് ആമേൻ സ്തോത്രം രീതികളെ മാറ്റും. ആമേൻ സ്തോത്രം ഡേവിയേഷനുകൾ കൊണ്ടുവരും. അവൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവന്ന് സ്തോത്രം അവൻ ചില സമയത്ത് കടന്നു വരേണ്ടി വരും എൻ്റെ നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ. ശമരിയക്കാരുടെ സ്ത്രീ ആമേൻ സ്തോത്രം അതിൻ്റെ ഒരു എക്സാമ്പിളാ. ഇന്ന് രാവിലെ കടന്നു പോകുന്ന വിഷയങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങളുണ്ടെങ്കിൽ കൈകളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചോളൂ. എൻ്റെ കർത്താവേ സ്തോത്രം,
It seems to be a superficial issue, but you have to come this way. നീ ഈ വഴി കടന്നു വന്നാലേ കാര്യം നടക്കത്തുള്ളൂ. ഈ വഴി ഒന്ന് കടന്നു വരണം. നീ രാവിലെ സ്തോത്രം എന്നെ ഒന്ന് സന്ദർശിച്ചിട്ട് പോകണം. എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇറങ്ങിപ്പോകണം. എന്നെ കൊണ്ടൊന്ന് ഈ സ്തോത്രം ഒന്ന് കറങ്ങി വന്നാൽ മാത്രമേ സ്തോത്രം ഞാൻ കടന്നു പോകുന്ന എൻ്റെ വിഷയത്തിൽ മേൽ ഒരു ഉത്തരം സ്തോത്രം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ ഉയർത്തി ആമീൻ സ്തോത്രം ഉറക്കെ ദൈവത്തിന് സ്തുതിച്ചാട്ടെ, 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 സ്തുതിച്ചാട്ടെ. ആമീൻ സ്തോത്രം ഒന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, യു ഹാവ് ടു കം ദിസ് വേ. ഈ വഴി കൂടെ ഒന്ന് വരണം കർത്താവേ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ കണ്ടവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേ